ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 2006 മോഡൽ ഹോണ്ട സിവിക്കാണ്. ഒരു ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോണ്ട സിവിക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൻഡ് ഡെപ്ത് ആയിട്ട് നമുക്കിത് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 2006 മോഡൽ ഹോണ്ട സിവിക്കാണ്. ഒരു ഫുള്ളി മോഡിഫൈഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു കളറാണ്. ഒരു സൺസെറ്റ് ഓറഞ്ച് ആണ് ഈ ഒരു കളറ്. അത് കസ്റ്റമൈസ്ഡ് ആണ്. കാണിച്ചാൽ ഇതിൻ്റെ ഓണർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ കളറാണ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹൈലൈറ്റ് ഇത് പറയാനുള്ളത്. അതേപോലെ തന്നെ എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഓരോന്ന് ഡെപ്ത് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഈ ഹുഡ് നോക്കുകയാണെങ്കിൽ സാധാരണ നോർമലി നമ്മൾ സിവിക്കിൽ 2 ടൈപ്പാണ് കാണാറ്. ഒറിജിനൽ കാർബൺ ഫൈബറും അതേമാതിരി സ്റ്റിക്കർ വർക്കായിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ വന്നിട്ടുള്ളത് ഇത് ഒറിജിനൽ കാർബൺ ഫൈബർ ഹുഡാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പറയാം. അതിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹുഡ് സ്കൂപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സ്കൂപ്പ് പക്ക ഒറിജിനൽ പരിപാടികളാണ് കേട്ടോ. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹെഡും ടൈലും നമുക്ക് തായ്വാൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നമുക്ക് ഹെഡും ടൈലാണ്. അത് LED ആണ് വരുന്നത്. സിവിക്കിൽ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഹെഡ്ലൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡുവൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രൊജക്ടറും ഒന്ന് ഹാലജനും കാണാൻ പറ്റും. അതിന് താഴെ നമുക്ക് ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. ആ ഒരു DRLാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടും പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹോണ്ടയുടെ ലോഗോ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഡീക്രോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. താഴത്ത് വരികയാണെങ്കിൽ സ്റ്റോക്ക് ബമ്പറാണ്. അതിൽ നമുക്ക് ഇത് സ്കേർട്ടിങ് അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടായിട്ട് നമുക്ക് അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് പക്ക ഒരു എയറോ ഡൈനാമിക് പാസേജിങ്ങോട് കൂടിയിട്ട് നമുക്ക് ആ ഫ്രണ്ട് സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് പറയാം. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ക്ലീൻ സ്പെക്ക് മോഡിഫിക്കേഷനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ വണ്ടി ഫോട്ടോയിലും എന്തെങ്കിലും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു കളർ പ്രസൻസ് ഉണ്ട് പറയാം. കാരണം വെച്ചാൽ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പക്ക വേറൊരു ടൈപ്പ്, എന്ത് ടൈപ്പാണെന്ന് പറയാനറിയില്ല. അത് കസ്റ്റമൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഓണർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ കളറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ലോവറിംഗ് ആണ്. ലോവറിംഗ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വീൽസാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് BBSന്റെ വീൽസാണ്. ഒറിജിനൽ BBS ആണ് കേട്ടോ. അപ്പോൾ അത് ഒരു 18 ഇഞ്ച് BBSന്റെ വീലാണ്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 225, 40 or 18 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആസ് യൂഷ്വൽ നമ്മളെ മോഡിഫൈഡ് സിവിക്കിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിബർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രംബോയുടെ പാഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഹൈലൈറ്റ് ആണ്. അതേപോലെ തന്നെ സൈഡിലായിട്ട് വരാൻ നമുക്ക് സ്പൂൺ മിറേഴ്സ് ആഡ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് വരാൻ സ്പീഡെക്സിൻ്റെ ഒരു ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് ബോഡി കളറിനാണ് വന്നിട്ടുള്ളത്. ഒന്നും മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കിലായിട്ട് വരികയാണെങ്കിൽ റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ BBSന്റെ വീൽസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 225, 40 or 18 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആ BBSന്റെ വീൽസ് കാണാൻ പറ്റും. റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിബർ നമുക്ക് ബ്രംബോയുടെ കാലിബർ പാഡാണ് ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ആ ലോവറിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രീം ലോവറിംഗ് ആണ്. കാണിച്ചാൽ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ താല്പര്യം കൊണ്ട് നമുക്ക് ചെയ്യുന്നതാണ്. കാണിച്ചാൽ നമുക്ക് ഇതിനോടൊരു അത് തട്ടിയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ലോവറിംഗ് ആണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ നോർമൽ ഒരു യൂസിന് നമുക്ക് ഈ ഒരു ലോവറിംഗ് പറ്റില്ല. കാണിച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ വണ്ടി യൂസ് ചെയ്യാൻ. കാണിച്ചാൽ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിനോടൊരു കമ്പുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സൈഡിലായിട്ട് വരാൻ നമുക്ക് CORD-6 ട്യൂൺഡ് എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. എന്നുവെച്ചാൽ CORD-6 ട്യൂൺഡ് ആണ് സംഭവം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഞ്ചിൻ സൈഡ് പോകുമ്പോൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഓണറുടെ Instagram ID കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എന്തായാലും ബയോയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റിയർ സൈഡിലായിട്ട് വരാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ടൈലൈറ്റിംഗ് അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോയിലർ നോർമലി നമ്മൾ പല സ്പോയിലറും കണ്ടിട്ടുണ്ട്, പല ഡിസൈനിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ കാർബൺ ഫൈബർ ഡിസൈനാണ് വരാറ്. പക്ഷേ ഇത് ഒറിജിനൽ കാർബൺ ഫൈബറാണ് വന്നിട്ടുള്ളത്. കണ്ടതിൻ്റെ സംഭവം ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കണ്ടത് ആടിന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതാണ് ഈ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒറിജിനൽ എലമെൻറ്റ് വരുന്നത്. മറ്റേതാകുമ്പോൾ കുറച്ച് വെയിറ്റ് കണക്കെ ഫീൽ ചെയ്യും. പിന്നെ റിയറിലായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പക്കായിട്ട് നമുക്ക് ക്ലീൻ സ്പെക്കാണ് വന്നിട്ടുള്ളത്.
അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹോണ്ടയുടെ ലോഗോ ഡീക്രോം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ റിയലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത് നോർമൽ ഇതിൽ വരുന്ന സിവിക്കിൽ വരുന്ന കിറ്റാണ്. നമുക്ക് ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് സെൻട്രൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഒരു ഡുവൽ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് പോപ്സ് ആൻഡ് ബാങ്ക്സ് വരുന്ന എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. എക്സോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്റ്റീരിയറിൽ കണ്ട അതേ കളർ പാറ്റേൺ തന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ ഏകദേശം ചെയ്തിട്ടുള്ളത്. കാരണം ചില സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമേഡ് സീറ്റാണ്. ഭയങ്കര കുഷനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്പോർട്ടി ഫീലാണ്. ഈ സീറ്റിന് എടുത്തു പറയുന്നത് സ്പോർട്ടി സ്പെക്കായിട്ടാണ് ഇതിൻ്റെ സീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ പല ഇതിൽ സ്പോർട്സ് കാറിലും കാണുന്ന ബക്കറ്റ് സീറ്റിന് അതേ സിമിലർ ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. കാരണം ഇവർ ഹെഡ് റെസ്റ്റ് ഒക്കെ കാണാൻ പറ്റും, പക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്ക് പോകുമ്പോൾ അതിൻ്റെ രസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പവർ വിൻഡോൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയിരിക്കണം. അതേമാതിരി ഇവിടെ ലെതർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ വണ്ടി പക്കായിട്ട് പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ സ്പെക്ക് വർക്കുകളാണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അതേപോലെ ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കിന് ആ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഹാൻഡ് ബ്രേക്കിന് ആ ഒരു പോർഷൻ പോലും നമുക്ക് ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പല എലമെന്റ്സും നമുക്ക് ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അതേപോലെ തന്നെ നമുക്ക് ഗിയർ നോബ് നോക്കുകയാണെങ്കിൽ സ്പാർക്കിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഗിയർ നോബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ളതാണ്. റൂഫ് കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാക്ക് ലൈറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കോഡ് 6ന്റെ ബാഡ്ജിങ് കാണിച്ചു തന്നു. അപ്പോൾ ഇതിൽ കോഡ് 6 സ്റ്റേജ് 2 മോഡിഫിക്കേഷൻ ആണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ കോഡ് 6 സ്റ്റേജ് 2 ചെയ്തതോടുകൂടി നമുക്ക് ഏകദേശം ഒരു 15 bhp പവറോളം അഡീഷണലി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പെർഫോമൻസ് ചേഞ്ചസും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാണ് ഒരു 2006 മോഡൽ ഹോണ്ട സിവിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു സ്ഥലം കിടലം വേണ്ടിയിട്ടും കിടലം വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.